അങ്ങനെ രോഹിത്തിനെയും ഹരിയെയും അറസ്റ്റ് ചെയ്ത വിവരങ്ങളൊക്കെ രാജീവനും ശിവനും ഗംഗാധര മേനോനും ഒക്കെ അറിയുന്നുണ്ട്. അറിഞ്ഞപാടെ ശിവൻ ആദ്യം തന്നെ വിളിക്കുന്നത് മനുവിനെയാണ്. മനുവിനോട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അച്ഛാ, ഞാൻ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. രാവിലെ പോലീസുകാർ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മയെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. വീട്ടിൽ വന്ന് ഹരിയെ അറസ്റ്റ് ചെയ്തോണ്ട് നേരെ അവർ പോയത് കടപ്പാട്ടൂർ വീട്ടിലേക്കാ. അവിടെ ചെന്ന് രോഹിത്തിനെയും അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ടുണ്ട്. ഹരിയെയും ഹരിയുടെ 2 ഫ്രണ്ട്സിനെയും രോഹിത്തിനെയുമാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഹരിയെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ എന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നേ. പിന്നീട് കടപ്പാട്ടൂരിൽ നിന്ന് കൃഷ്ണമോളും അലീനയും വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴേക്കും തന്നെ അങ്കിളിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ചങ്കിനകത്ത് വേദനയൊക്കെ ആയിട്ട് കുഴഞ്ഞു വീണുന്നാണ് അലീന പറഞ്ഞത്. നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയ്യോ, എന്നിട്ടിപ്പോൾ ബാലിന് എങ്ങനെയുണ്ട്? ബാലിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുകയാണ്. മനു പറയുന്നുണ്ട് കുഴപ്പമില്ലെന്നാ അവള് പറഞ്ഞത്. ഇപ്പൊ ICUലാ. ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് തന്നെയാ കൊണ്ടുപോയെന്ന് അവള് പറഞ്ഞെന്നും പറയുന്നുണ്ട്. ശിവൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ബബിതയും കൃഷ്ണമോളും എന്ത് ചെയ്യുന്ന? ബബിതയും കൃഷ്ണമോളും വീട്ടിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവര് വീട്ടിലാ. അങ്കിളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത് അലീനയാ. മിക്കവാറും ഗോവർദ്ധനങ്കളിനെ അങ്കിളുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അലീന തിരികെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. ഗോവർദ്ധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും, അല്ലാതെ വേറെ ആരിപ്പോൾ അവിടെ നിൽക്കാനാ? എല്ലാവർക്കും ഇത് വല്ലാത്ത ഷോക്കായിട്ടുണ്ടെന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട്. ശിവൻ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താടാ സംഭവിച്ചത്? എന്തിനാ അവര് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ മാത്രം ഇവരെന്ത് തെറ്റാ ചെയ്തത്? ശരിക്കും അവര് പറയുന്നത് ഉള്ളത് തന്നെയാണോ? ഇതൊക്കെ നടന്നത് തന്നെയാണോ എന്നൊക്കെ ശിവൻ ചോദിക്കുകയാണ്. മനു പറയുന്നുണ്ട് അതെ അച്ഛാ, പോലീസുകാർ പറയുന്നത് പിന്നെ കള്ളാകണമെന്നില്ലല്ലോ. ഹരിയുടെ സ്വഭാവം വെച്ചിട്ട് അതല്ല, അതിനപ്പുറം അവൻ ചെയ്യും. കുറച്ചു നാളായിട്ട് ആ രീതിക്ക് തന്നെ അവന്റെ പോക്കും. കുറച്ചു ദിവസം മുമ്പ് അലീനോട് ഇവര് മോശമായിട്ട് പെരുമാറിയ കാര്യമൊക്കെ അച്ഛൻ അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവന്മാരൊക്കെ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം. ഞാൻ എന്തായാലും ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാ. നീ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എല്ലാ കാര്യങ്ങളിലും ഒരു നോട്ടം ഉണ്ടാവണം. ഇതാകെ കൈവിട്ട കളിയാ. പെണ്ണ് കേസിലായി അവന്മാർ പോയി പെട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് എന്തായി തീരുമെന്ന് കണ്ടറിയണം. ആകെ മൊത്തത്തിൽ ഇവന്മാര് കാരണം ഒരു സമാധാനം ഇല്ലാതായിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവൻ. എന്നിട്ട് പറയണ്ട് നീ ആദ്യം കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ നേരെ പോകണം. ഹരി അറസ്റ്റ് ചെയ്തോണ്ട് പോയോണ്ട് കമൽ ഇപ്പൊ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അവളെ എന്നെ ഇങ്ങനെ തെരുതരാ വിളിച്ചോണ്ടിരിക്കുക. നീ ആദ്യം അവിടെ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛാ, എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് പോന്നേ? അവൻ ചെയ്ത എല്ലാ തെറ്റുകളെയും സപ്പോർട്ട് ചെയ്ത് അവന് വളം വെച്ചു കൊടുത്തത് അമ്മയും അവളും കൂടിയിട്ടല്ലേ? മോൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് അവരും കുറച്ച് കരയട്ടെ, അവരും കുറച്ച് വിഷമിക്കട്ടെ എന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട്. അന്ന് അലീനയുടെ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞതാ, ഹരിയുടെ ഈ പോക്ക് നല്ലതിനല്ല, ഇത് നാശത്തിലേക്കായിരിക്കും. അമ്മ അവനെ പറഞ്ഞു തിരുത്താൻ നോക്കണം. വല്ല ഇടങ്ങേറിലും ചെന്ന് പെട്ട അവിടുന്ന് ചിലപ്പോൾ ഊരി വരാൻ വലിയ പാടായിരിക്കും എന്നൊക്കെ ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതാ. അന്ന് അമ്മ എന്നെ കുറ്റം പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അനുഭവിക്കട്ടെ. ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. എന്നാലും അച്ഛൻ ഇങ്ങോട്ടേക്ക് വാ, വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനു ഫോൺ കട്ട് ചെയ്യുകയാണ്. രാജീവൻ ഉടനെ തന്നെ ശിവനെയും വിളിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ശിവേട്ടാ? മനുവിനെ ശിവേട്ടൻ വിളിച്ചായിരുന്നോ? മനു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട് അവിടെ എന്താകാനാ, അവിടെ മൊത്തത്തിൽ ഇപ്പൊ പ്രശ്നങ്ങളാ. എല്ലാ ചാനലുകാരും ഇതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. TV വെച്ചാൽ അതിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെയാ ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ. കൊല്ലപ്പള്ളിന്ന് ഹരിയെയും കടപ്പാട്ടൂര് രോഹിയും പിന്നെ ഹരിയുടെ 2 ഫ്രണ്ട്സിനെയും കൂടെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. രാജീവൻ ചോദിക്കുന്നുണ്ട് അല്ല ശിവേട്ടാ, മനു എന്താ പറഞ്ഞത്? മനു എറണാകുളത്തുനിന്ന് തിരിച്ചോ? അവൻ അവിടെ ചെന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് തിരിച്ചു എന്നാ പറഞ്ഞേ. അവൻ വീട്ടിലേക്ക് പോകുന്നതേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. എന്തായാലും അവൻ വിളിക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ ശിവൻ പറയുകയാണ്. രാജീവൻ പറയുന്നുണ്ട് ഇവന്മാരെത് എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്. ചെന്നുപെട്ടിരിക്കുന്നത് പെണ്ണ് കേസിലാ. അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ രാജീവ, നീ വേറൊരു കാര്യം കൂടി അറിഞ്ഞായിരുന്നോ? വീട്ടിൽ ചെന്ന് രോഹിയെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന കണ്ടപ്പോഴേക്കും ബാലചന്ദ്രന് വീണ്ടും അറ്റാക്ക് ഉണ്ടായി. ദേവമാതാ ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ ഇപ്പൊ ICUവിൽ കിടക്കുകയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാജീവൻ ചോദിക്കുന്നുണ്ട് അതിനിടയിൽ അതും സംഭവിച്ചോ? കൃഷ്ണമോള് ഫോൺ വിളിച്ച് മനുവിനെ അറിയിക്കുകയായിരുന്നു എന്ന്. ഇവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയതിന് പിന്നാലെ അയാൾ അവിടെ കുഴഞ്ഞു വീണു. അലീനെ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റി നേരെ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലെന്നാ പറയുന്നത് കേട്ടെ. ഇവന്മാരൊക്കെ തല തെറിച്ച് ഓരോന്ന് കാണിച്ചു വെച്ചാൽ അതിനൊക്കെ കിടന്ന് അനുഭവിക്കുന്നത് നമ്മളും കൂടിയിട്ടാ. വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇവന്മാരൊക്കെ ഇങ്ങനെയുള്ള ഓരോന്ന് കാണിച്ചു വെച്ചാൽ ഇവന്മാർക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെക്കാനായിട്ട്. അന്യനാട്ടിൽ വന്ന് മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടും കിടന്ന് കഷ്ടപ്പെടുക. എന്നിട്ട് മക്കള് കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. രാജീവനാണെങ്കിലും ഉടനെ തന്നെ TV ഓണാക്കി നോക്കുന്നുണ്ട്.
+2-ൽ പഠിക്കുന്ന പെൺകൊച്ചിന് മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കൊല്ലപ്പള്ളി വീട്ടിലെ ഹരിശങ്കറും കടപ്പാട്ടൂർ വീട്ടിലെ രോഹിത്തും പിന്നെ ഹരിയുടെ 2 ഫ്രണ്ട്സായ നരേനും സനീഷും ഈ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചതെന്നും ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞൊരു വീട്ടിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നൊക്കെ പെൺകുട്ടി മൊഴി നൽകിയതായും വാർത്തയിൽ പറയുന്നുണ്ട്. അക്രമാസക്തരായ ജനങ്ങൾ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും പോലീസുകാർ അവരിൽ നിന്നും പ്രതികളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതും വാനിൽ കയറ്റുന്നതും എല്ലാം തന്നെ ടിവിയിലൂടെ കാണുകയാണ് രാജീവൻ. അതേസമയത്ത് ശിവനും ഈ വാർത്തകളൊക്കെ ടിവിയിലൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മൊബൈൽ ഫോണിലും ഈ ഒരു വാർത്ത തന്നെയാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നതും. എല്ലാവരും ഭയങ്കര മോശമായിട്ടുള്ള കമന്റുകളൊക്കെയാണ് കേട്ടോ ഇടുന്നത്. കാശുള്ള വീട്ടിലെ പയ്യന്മാരുടെ ഓരോ തോന്നിവാസങ്ങളാണെന്നും യുവമാരെയൊക്കെ പിടിച്ച് ജയിലിലിടുക ചെയ്യേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പൊതുവെ ഒരു സംസാരം നടക്കുന്നുണ്ട്. കാശുള്ള വീട്ടിലെ പയ്യന്മാരൊക്കെ ഇതുപോലെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും പിന്നെ കാശ് കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാൻ നോക്കുന്നുവെന്നും ഇതുപോലുള്ളവന്മാരെയൊക്കെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിടുക ചെയ്യേണ്ടത്, ആജീവനാന്തം അവർ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ തന്നെ പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരം മൊബൈലിലും ടിവിയിലും ഈ വാർത്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും ശിവനും രാജീവനും ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. ശിവൻ ചോദിക്കുന്നുണ്ട് രാജീവനോട്, അല്ല രാജീവ, നീ നാട്ടിലേക്ക് വരുന്നില്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ? കൊല്ലപ്പള്ളിയിലെ കാര്യമാണെങ്കിൽ ഞാൻ മാത്രം പോയാൽ മതിയായിരുന്നു. ഇതിപ്പോ കടപ്പാട്ടൂർ വീട്ടിലും ആരും ഇല്ലല്ലോ. വൈജിയും ബാലചന്ദ്രനും ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ. ആ 3 പെൺകുട്ടികൾ തന്നെ എന്ത് ചെയ്യാനാ? അവരെ ഇപ്പോൾ സഹായിക്കേണ്ടത് നമ്മളല്ലേ. നമ്മളല്ലാതെ വേറെ ആരാ അവർക്ക് സഹായത്തിനായിട്ടുള്ളേ? അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ സഹായിക്കണ്ടേ? ഈ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കാൻ അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കണ്ടേന്നൊക്കെ ശിവൻ രാജീവനോട് ചോദിക്കുകയാണ്. രാജീവൻ പറയുന്നുണ്ട്, ശിവേട്ടൻ ഇത് എന്തറിഞ്ഞോണ്ടാ പറയുന്നത്? പോക്സോ കേസായത്. ഇതിപ്പോ ജാമ്യം കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല. പെണ്ണ് കേസല്ലേ. പരാതി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നേരെ റിമാൻഡ് ചെയ്യുകയുള്ളൂ. ഇനിയിപ്പോ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? നമ്മളും കൂടെ നാറിപ്പോവുകയുള്ളൂ. ഇതിപ്പോ പോകാനും പോകാതിരിക്കാനും വയ്യാത്തൊരു സാഹചര്യമായി പോയല്ലോ എന്നിങ്ങനെ രാജീവൻ പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അതെ, നമ്മൾ പോയേ പറ്റുള്ളൂ രാജീവ, അല്ലാതെ വേറെ ആരുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അത് നമ്മുടെ വീട്ടിലെ കുട്ടികളല്ലേ, അവരെ നമുക്ക് എന്ത് ചെയ്തും പുറത്തു കൊണ്ടുവരണ്ടേ എന്നൊക്കെ തന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്. രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഗംഗേട്ടൻ ഈ സംഭവം അറിഞ്ഞോന്ന് അറിയില്ലല്ലോ, ഞാനൊന്ന് ഗംഗേട്ടനെ വിളിച്ചു നോക്കട്ടെ, ഗംഗേട്ടന്റെ അഭിപ്രായം എന്താണെന്നും കൂടി നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ഗംഗാധര മേനോൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശിവന്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ ശിവൻ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു. അത്രയ്ക്ക് നല്ല വിശേഷങ്ങളല്ലേ ഇപ്പൊ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. നാട്ടിൽ നിന്ന് എനിക്ക് തരാൻ ഫോൺ കോൾ വന്നോണ്ടിരിക്കുക. മൊബൈൽ തുറന്നാ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ കാണാൻ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പൊ ഈ വാർത്ത മാത്രമല്ലേ ഉള്ളൂ. വാർത്താ ചാനലുകാരെല്ലാം ഇതൊരു ആഘോഷമാക്കി എടുത്തിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെ അറിയാതിരിക്കും? പിന്നെ മനു എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടാതിരിക്കുക. ഈ പിള്ളേർ ഇതുപോലൊരു തോന്നിയാസം കാണിച്ചു കൂട്ടി വെക്കുമെന്ന് ആര് കണ്ടു എന്നിങ്ങനെ ഗംഗാധരൻ പറയുമ്പോഴേക്കും ശിവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ടാ, ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതിൽ നിന്ന് അങ്ങനെ തലയൂരി എടുക്കാൻ വലിയ പാടാ. പോക്സോ കേസല്ലേ, സാഹചര്യ തെളിവുകളെല്ലാം ഇവർക്കെതിരെയുവാ. ആരും അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ നോക്കായിരുന്നു. പക്ഷേ ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോ ഇത് എങ്ങനെ ഒതുക്കി തീർക്കാനാ? ആ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി അത്രയും സ്ട്രോങ്ങാ. അതുകൊണ്ട് ഇവിടെ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ചാടി കയറി എന്തെങ്കിലും ചെയ്താൽ പിന്നെ എല്ലാം കൈവിട്ടു പോകും. എന്ത് ചെയ്താലും എന്ത് തീരുമാനിച്ചാലും നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ഗംഗാധരൻ. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ഓർക്കുക. അവിടെ കമലയും മനുവും തന്നെയല്ലേ ഉള്ളൂ. പോരാത്തതിന് കടപ്പാട്ടൊരു വീട്ടില് ബാലനും വൈജിയും എല്ലാം ഹോസ്പിറ്റലിലല്ലേ. ആ 3 പെൺകുട്ടികളും കൂടെ ചേർന്ന് എന്ത് ചെയ്യാനാ? അവരാ വീട്ടില് തന്നെയല്ലേ ഉള്ളൂ. മനു തന്നെയല്ലേ ഉള്ളൂ അവിടെ. അവൻ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോയാലും ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക എന്നൊക്കെ തന്നെ ശിവൻ പറയുക കേട്ടോ. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, ശിവ, ഞാൻ നിന്നോട് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഹരിയുടെയും രോഹിത്തിന്റെയും കാര്യങ്ങൾ അന്നേ ഞാൻ നിന്നെ സൂചിപ്പിച്ചതാ, നിനക്ക് ഓർമ്മയുണ്ടോ? ഇവരുടെ പോക്കൊന്നും അത്ര ശരിയല്ല. പ്രത്യേകിച്ച് ബാലചന്ദ്രനും വൈജയും ഇപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് തോന്നിയ പോലെയാണ് നടക്കുന്നത്. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ അന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഇവരെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന്. പിള്ളേർ വഴി തെറ്റിപ്പോകുന്ന പ്രായമാ. ഇതിപ്പോ കടപ്പാട്ടൊരു വീട്ടിലായിട്ട് പോലും രോഹിത് എങ്ങനെ ഇതിൽ ചെന്ന് പെട്ടു? ഇതിപ്പോ കടപ്പാട്ടൊരു വീട്ടിലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 4 പേരും ഒന്നിച്ചല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതില് മാസ്റ്റർ പ്ലാൻ ഹരിയുടെയാന്നാ പറയുന്ന കേട്ടെ. ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാ മയക്കുമരുന്ന് നൽകി ഇവർ കൂട്ടബലാത്സംഗം ചെയ്തേക്കുന്നെന്നാ അറിയാൻ കഴിഞ്ഞേ.
പിന്നെ ഹരി ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ നീ ഇവിടെ ഇല്ലല്ലോ ശിവ. നീയും ഗൾഫിലല്ലേ. കമല മാത്രം വിചാരിച്ചാ അവനെ മെരുക്കി നിർത്താൻ പറ്റില്ലല്ലോ. ഹരിയുടെ സ്വഭാവം ഏകദേശം അന്നേ എനിക്ക് മനസ്സിലായതാ. അലീനയോട് അന്നവൻ ചെയ്ത ക്രൂരതയൊക്കെ നമ്മളും അറിഞ്ഞതല്ലേ എന്നൊക്കെ തന്നെ ഗംഗേട്ടൻ ചോദിക്കുകയാണ്. നീ എന്തായാലും നാട്ടിലേക്ക് ചെല്ല്. ശിവൻ ചോദിക്കുന്നുണ്ട്. ഗംഗേട്ടനും കൂടെ വരില്ലേ അങ്ങോട്ടേക്ക്? ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് കയറിയ നാളെയല്ലേ ഞാൻ അങ്ങ് എത്തുള്ളൂ. അത് മാത്രമല്ല, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് തീർക്കാതെ എന്തായാലും എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്കും എന്തെങ്കിലും അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ പറയണ്ട്, നീ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ല്. ഞാൻ നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം. അല്ല, രാജീവിന്റെ കാര്യം എന്തായി? അവന് നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കാട്ടോ ഗംഗാധര മേനോൻ. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അവന് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടില്ലാന്ന്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്നാ അവൻ പറഞ്ഞത്. തൽക്കാലം ഇപ്പൊ അവൻ എന്തായാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ എന്തായാലും പോയേ പറ്റുള്ളൂ ശിവ. നീ പോയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെ മനുവും ഗോവർദ്ധനും ഉണ്ട്. മനുവിനെ വിളിച്ചപ്പം മനു കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടെ. പക്ഷേ കൂട്ടിയെ കൂടുമെന്ന് തോന്നുന്നില്ല. നാട്ടുകാരും ആ പെൺകുട്ടിയുടെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം ഭയങ്കര ദേഷ്യത്തിലാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. എല്ലാം നല്ല രീതിക്ക് വേണ്ടവണ്ണം ആലോചിച്ചിട്ട് മാത്രമേ എന്തും ചെയ്യാവുള്ളൂ എന്നൊക്കെ തന്നെ ഗംഗാധര മേനോൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശിവനെ. എന്നാലും ഈ സമയത്ത് തന്നെ അവന്മാർ ഇതുപോലൊരു കെണിയിൽ പോയി പെട്ടല്ലോ. സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയോടാ ഇവന്മാർ ഈ ക്രൂരതയൊക്കെ ചെയ്യുന്നത്. ഇവന്മാർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി? ഇവന്മാരൊക്കെ നമ്മുടെ കുടുംബത്തിലാന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേടാവുകയാണല്ലോ ശിവ എന്നിങ്ങനെ ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനൊക്കെ ഇങ്ങേട്ടാ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അന്യ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുകയാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് അഹങ്കാരം കൂടിപ്പോയി. ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാടും ഉണ്ടായിട്ടും അവരിതുപോലുള്ള ഓരോ തോന്നിയാസങ്ങളല്ലേ കാണിച്ചു കൂട്ടി വെക്കുന്നേ. അവർ ചെയ്യുന്നതിനും കൂടെ നമ്മൾ അനുഭവിക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് ശിവനും. ഗംഗേട്ടൻ പറയണ്ട്, ഞാൻ ഇതുപോലുള്ള വാർത്തകളൊക്കെ ടിവിയിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇന്നിതിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ നൂലാമാലകളാണോ സംഭവിക്കാൻ പോകുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗാധര മേനോൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഗംഗേട്ടൻ ഫോൺ വെച്ച ഉടനെ തന്നെ രാജീവൻ വീണ്ടും ശിവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ടൻ എന്താ പറഞ്ഞതെന്നൊക്കെ. ആർക്കും ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ് കേട്ടോ. ശിവൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ ഇത് തന്നെയാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാൻ. പിന്നെ പെണ്ണ് കേസാണ്, പോക്സോ കേസാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും നോക്കിയും കണ്ടും വേണം ചെയ്യാനെന്നാ ഗംഗേട്ടനും പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും തന്നെ ഗംഗേട്ടനും അങ്ങോട്ടേക്ക് എത്താന്നാ പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്ക് ആക്കാനാണ് ഇപ്പൊ ഗംഗേട്ടൻ പറയുന്നത്. അവിടെ മനുവും ഗോവർദ്ധനും മാത്രമല്ലേ ഉള്ളൂ. അവരെ രണ്ടുപേരെ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊന്നും ഒതുക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്നോട് ഇന്ന് രാത്രി തന്നെ ഫ്ലൈറ്റ് കയറിക്കോളാനാ ഗംഗേട്ടൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. രാജീവൻ ചോദിക്കുന്നുണ്ട്, ഫ്ലൈറ്റ് എത്ര മണിക്കാന്ന്? രാത്രി 11 മണിയൊക്കെ ആകും. അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. അതും കഴിഞ്ഞിട്ടേ എനിക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം മുമ്പല്ലേ നമ്മൾ ലോങ് ലീവ് എടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ലീവ് ചോദിച്ചപ്പോഴേക്കും അത് ഓഫീസിൽ ഒരു മുഷിപ്പുണ്ടാക്കി എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. രാജീവൻ പറയുന്നുണ്ട്, അതേ ശിവാട്ടാ, ഞാനിവിടെ ലീവ് ചോദിച്ചപ്പം എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. കുറച്ച് ദിവസം മുമ്പ് ലോങ് ലീവ് എടുത്തതല്ലേ, എപ്പോഴും ഇങ്ങനെ ലീവ് സാക്ഷനാക്കി തരാൻ പറ്റില്ല. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ജോലി രാജിവെച്ച് പൊക്കോളാനൊക്കെ അവരെന്നോട് പറഞ്ഞെന്ന് രാജീവൻ പറയുകയാണ്. ശിവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇവിടെ കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്, അതൊന്ന് വേഗം തീർത്തിട്ട് വേണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മനു നേരെ ചെല്ലുന്നത് കൊല്ലപ്പള്ളി വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ കമലയും മുത്തശ്ശിയും രഞ്ജുവും ഒക്കെ കരഞ്ഞ് സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യാതെ കരച്ചിലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. മനുവിനെ കാണുമ്പോഴേക്കും തന്നെ കമല ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ എന്തായിടാ, ഹരിയെ കാണാൻ പറ്റിയോ മോനെ, എന്തായി കാര്യങ്ങള്, ഹരിയെ വിട്ട് അയക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടെ കമല. മനു ചോദിക്കുന്നുണ്ട്, ടിവിയിലൂടെ അമ്മ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്തായെന്ന്. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തോട്ട് പോലും ആരെയും കേട്ടുന്നില്ല. ഞാൻ എങ്ങാണോ അവന്റെ ചേട്ടനാന്ന് പറഞ്ഞാലേ ആളുകളെ എന്നെ എടുത്തിട്ട് അലക്കും. ഗോവർദ്ധനങ്ങൾ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നത് വലിയ പാടുപെട്ടാന്നാ ഗോവർദ്ധനങ്ങൾ പറഞ്ഞത്. ജനങ്ങളൊക്കെ ഒത്തുകൂടിയിരിക്കുകയാന്നേ. സ്റ്റേഷനെ ചുറ്റി വളഞ്ഞ ജനങ്ങൾ നിപ്പുണ്ട്. അവരുടെ ഇടയിൽ കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ലമ്മേ. നമുക്കുള്ള സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഇതിപ്പോ പോക്സോ കേസ് ആയില്ലേ. ആരും ഇതിന് മുന്നിട്ടിറങ്ങി വരില്ല. മുന്നിട്ടിറങ്ങിയ നാറുന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ആരും ഇതിൽ ഇടപെടാതിരിക്കാനാ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 4 പേരും കൂടി ഒപ്പിച്ചു വെച്ച പണി കൊള്ളാം. ഹരിയ ഇതിനൊക്കെ മാസ്റ്റർ പ്ലാൻ. ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ മയക്കുമരുന്ന് കൊടുത്ത് ഇവർ 4 പേരും കൂടെ റേപ്പ് ചെയ്തേക്കുന്നത്. ഇവന് ശരിക്കും എന്താ ചെയ്യേണ്ടത്? അമ്മ തന്നെ പറ. അവസാനം അമ്മയുടെ മോൻ തന്നെ കാണിച്ചു വെച്ച പണി അമ്മ കണ്ടില്ലേ? അന്ന് അലീനയോട് അവൻ മോശമായിട്ട് പെരുമാറിയപ്പോ തന്നെ അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അവൻ എപ്പോഴാ വരുന്നേ, പോന്നേ, ആരുടെ കൂടെയാ പോന്നേ, എവിടേക്കാ അവൻ പോന്നേ, ഇതൊന്നും അമ്മ അന്വേഷിക്കാറില്ലല്ലോ.
അവന്റെ പോക്ക് ശരിയല്ലാന്ന് അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അവന്റെ പോക്ക് ശരിയല്ലാന്ന് അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അപ്പൊ അമ്മ എന്നെ കുറ്റപ്പെടുത്തി അവനെ ന്യായീകരിച്ചോണ്ട് സംസാരിച്ചോണ്ടിരുന്നേ അവന് വളം വെച്ച് കൊടുത്തത് അമ്മ തന്നെയല്ലേ അനുഭവിച്ചോ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, നീ എന്തുവാടാ മനു ഈ പറയുന്നത്? ഞാൻ പറഞ്ഞാൽ മാത്രം അവൻ നേരെയാകുമോ? അവൻ പ്രായപൂർത്തിയായ ഒരു ചെറുക്കനല്ലേ, അവനെ എത്ര നാൾ എനിക്കിവിടെ പിടിച്ചു നിർത്താൻ പറ്റും? ഞാൻ പറയുന്ന ഒന്നും അല്ലെങ്കിൽ അവൻ അനുസരിക്കാറില്ലല്ലോ. അവൻ അവന്റെ ഇഷ്ടത്തിനല്ലേ ഓരോന്ന് ചെയ്ത് കാണിച്ചു കൂട്ടി വെക്കുന്നതെന്നൊക്കെ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? നീ എന്തിനാ എന്നെ നോക്കിയിട്ട് കയറുന്നത്? ഞാൻ അവൻ എന്ത് വളം വെച്ച് കൊടുത്തെന്നാടാ നീ പറയുന്നതെന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കാണ് കേട്ടോ കമല ഉടനെ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ആ നശിച്ചവളാ. അവൾ എന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി നമ്മുടെയൊക്കെ കഷ്ടകാലം. കടപ്പാട്ടൂരും വലിയ മെച്ചമൊന്നും ഇല്ലല്ലോ. അവിടെയും അവൾ ചെന്നേ പിന്നെയല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അവൾ ചെല്ലുന്നിടം എല്ലാം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അത്രയ്ക്ക് എണ്ണം കെട്ടവളാ. അവൾ അങ്ങോട്ടേക്ക് ചെന്നേ പിന്നെയല്ലേ അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ബാലചന്ദ്രൻ ആദ്യം അറ്റാക്ക് വന്നു, അത് കഴിഞ്ഞ് വൈജിക്ക് ആക്സിഡന്റ് ആയി. എന്നിട്ടിപ്പോ രോഹിത്തിനെ ഹരിയൊക്കെ അറസ്റ്റ് ചെയ്തു. അവൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കുന്നത്. എല്ലാത്തിനും കാരണം അവൾ തന്നെയാ. ആദ്യം അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം, എങ്കിൽ മാത്രമേ ആ വീട്ടിൽ ഗതി പിടിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ കമല പറയുമ്പോഴേക്കും മനുവിന് അങ്ങ് ദേഷ്യം വന്നിട്ട് മനു പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം വേണ്ടിപ്പോകരുത്. അലീന് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത് അമ്മയോട് ആര് പറഞ്ഞു? അലീന് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇനി അവളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്. അവളവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ കുടുംബം ചിന്നച്ചിതറി പോകാതിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ചിലച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. കമലയോട് രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ട് തന്നെയാണ് മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. മനു വണ്ടിയും എടുത്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവരെ കാണാനോ സംസാരിക്കാനോ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്നോർത്തുകൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ മുഴുവൻ ജനക്കൂട്ടങ്ങളായിരുന്നു. അങ്ങോട്ടേക്കൊന്ന് കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ എത്ര ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അവിടെ. അസഭ്യം പറയലും ചീത്തവിളികളും ഒക്കെ ആയിട്ട് തന്നെ ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല, ഇവന്മാരെയൊക്കെ തല്ലി കൊല്ലുക ചെയ്യേണ്ടത്. ഇവന്മാരുടെ വീട്ടിലുമില്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ, കാശുള്ള വീട്ടിലെന്നും പറഞ്ഞ് ഇവന്മാർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാവോ? ഇവന്മാരെ തല്ലി കൊല്ലണം, അതിനി ഇവരെ പോലെ നടക്കുന്നവന്മാർക്കൊക്കെ ഒരു പാഠമാകണം എന്നുള്ള രീതിയിലൊക്കെ അവിടെ ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവിടെ ഗോവർദ്ധനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോവർദ്ധൻ എന്തായാലും സ്റ്റേഷനകത്തുണ്ടെന്നുള്ള കാര്യം നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് മനു അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഗോവർദ്ധൻ വരുമ്പോഴേക്കും തന്നെ മനു പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അങ്കിളെ, എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? എന്താ പോലീസുകാർ പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒരു രക്ഷയില്ല. അവരെ കാണാനോ അവരോട് സംസാരിക്കാനോ ഒന്നും അവർ സമ്മതിക്കുന്നില്ല. നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നാ പറയുന്നേ. കോടതി മിക്കവാറും ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതകളാവുള്ളേ. തെളിവുകളെല്ലാം ഇവർക്ക് എതിരെയാണ്. അവരുടെ ഫോൺ പരിശോധിച്ചപ്പം ആ പെൺകുട്ടിയുടെ വീഡിയോയും ഫോട്ടോസും എല്ലാം അവരുടെ ഫോണിലുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇനി ഇവർ ജയിലിലാകാനാ ചാൻസ് എന്നൊക്കെ ഗോവർദ്ധൻ പറയുന്നുണ്ട്. അതും കൂടാതെ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊഴിയും എടുത്തിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പം ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരി എടുക്കുന്നത് അത്ര നിസ്സാരമല്ല എന്നൊക്കെ മനുവിനോട് ഗോവർദ്ധൻ പറയുക കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ അങ്കിളെ? ഇവന്മാർ 4 പേരും കൂടിയിട്ടല്ലേ ആ പെൺകുട്ടിയോട് അത്രയും ക്രൂരത കാണിച്ചത്? ആദ്യം ഇത് കേട്ടപ്പം എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. ആരെങ്കിലും ഇത് കെട്ടിച്ചതച്ച കഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ അവന്മാർ പ്ലാൻ ചെയ്ത് തന്നെ നടത്തിയതല്ലേ എന്നിങ്ങനെ ഒരു സങ്കടത്തോടെ തന്നെ മനു ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതേ മനു, ഇത് ഇവന്മാർ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം തന്നെയാ. പിന്നെ സംഭവത്തിന്റെ കിടപ്പോഷങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും 90% സത്യമാകാൻ തന്നെയാ ചാൻസ്. പിന്നെ ആരെങ്കിലും ഇത് കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ അവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ തന്നെ ഇവരുടെ എല്ലാം ഫോണിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുന്നത് എങ്ങനെയാ? അപ്പോൾ പിന്നെ ഇവന്മാർ തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ ഗോവർദ്ധൻ പറയുകയാണ്. മനുവിന് ഒന്നും തന്നെ പറയാൻ പറ്റാതെ മനു നിശബ്ദമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ വക്കീലിനെ കാണാൻ പോവുക. നമുക്ക് പരിചയമുള്ള രാഷ്ട്രീയക്കാരെയും പോലീസുകാരോടൊക്കെ സംസാരിച്ച് നോക്കി, ആരും അടുക്കുന്നില്ല. പോക്സോ കേസ് ആയതുകൊണ്ടാണ് ആരും ഇതിൽ ഇടപെടാത്തത്. ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ തല കിടന്ന് ഉരുളുന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരാരും ഇതിൽ ഇടപെടാതെ നിൽക്കുന്നതും. ഇനിയിപ്പോൾ വക്കീലിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കണം എന്നിങ്ങനെ പറയുകയാണ്. മനു ചോദിക്കുന്നുണ്ട്, വക്കീലിൻ്റെ അടുത്തേക്ക് ഞാനും വന്നാൽ വരട്ടെ എന്ന്. ഗോവർദ്ധൻ പറയുന്നുണ്ട്, വേണ്ട, നീ നേരെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, വക്കീലിൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാം. ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ലല്ലോ. അലീന തിരിച്ച് വീട്ടിലേക്ക് പോയെന്നാ തോന്നുന്നത്. അവിടെ ബബിതയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പൊക്കോ. പിന്നെ ബാലചന്ദ്രൻ അങ്ങളുടെ അടുത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അലീന ഫോൺ പോലും ബാലിന് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഒരു കാര്യങ്ങളും ബാലചന്ദ്രൻ സാറിനെ അറിയിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാറിനെ അതൊന്നും അറിയിക്കേണ്ടെന്ന് അലീനയും പറഞ്ഞത്. ഒരു കാര്യം ചെയ്, നീ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പൊക്കോ. ഞാൻ വക്കീലിനടുത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നും പറയുന്നുണ്ട്. മനു നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ICUവിൽ കയറി ബാലചന്ദ്രനെ കാണുന്നുണ്ട് മനു. ബാലചന്ദ്രന്റെ അവസ്ഥ കണ്ടിട്ട് മനുവിന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. മനു എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഇപ്പം എങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും
എന്താശ്വാസം. മരിച്ചു പോയില്ലെന്നോർത്ത് സങ്കടം തോന്നിയാന്നൊക്കെ ബാലചന്ദ്രൻ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? അവനെപ്പോലെ ഒരു മകന് ജന്മം കൊടുത്തതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, അങ്കിളെ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ഇനി എങ്ങനെ അവരെ പുറത്തിറക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ അവനെ പുറത്തിറക്കുന്നേ? അവൻ പുറത്തിറങ്ങണ്ട. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ശിക്ഷ അനുഭവിക്കട്ടെ. സ്റ്റേഷനിലോ ജയിലിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അവനെ ഇട്ട് തല്ലി ചതക്കട്ടെ. എന്നാൽ പോലും എനിക്ക് അവനോടുള്ള ദേഷ്യം തീരുകയല്ല. അത്രയ്ക്ക് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. മനു പറയുന്നുണ്ട്, അങ്കിളെ ഇപ്പൊ സമാധാനമായിട്ടിരിക്കുക. എന്തായാലും അവരെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ നോക്കണം. എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മുടെ വീട്ടിലെ കുട്ടികളല്ലേ. അവരെ അങ്ങനെ കൈയൊഴിയുന്നത് ശരിയല്ലല്ലോ. അച്ഛനും വലിയച്ഛനൊക്കെ നാളെ തന്നെ ഇവിടെ എത്തും. അവരും കൂടെ വരട്ടെ. അവരും കൂടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നൊക്കെ മനു പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോഴും പറയുന്നുണ്ട്, എന്തിനാ മനു, എന്തിന്? ഇനി അങ്ങനത്തെ പ്രതീക്ഷയൊന്നും വേണ്ട. അവരാരും ഇനി നന്നാകാൻ പോകുന്നില്ല. എന്തിനാ മനു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനവിടെ കിടന്ന് അനുഭവിക്കട്ടെ. എന്തായാലും നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്കിളെ. എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അവരും കൂടി ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ മനു പറയുന്നുണ്ട്. കാര്യങ്ങളിൽ കിടപ്പോശം വെച്ചിട്ട് ജാമ്യം കിട്ടാൻ വലിയ പാടാ അങ്കിളെ. തന്നെയുമല്ല, ഇതിനോടകം തന്നെ എല്ലാവരും അറിയുകയും ചെയ്തില്ലേ. ഇതിപ്പോ മൊത്തത്തിൽ വലിയ പ്രശ്നമായിരിക്കുക. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ തന്നെ മനു പറയുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഹരി പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഹരിക്ക് ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. രോഹിത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല. അവന് ശരിക്കും പേടിയാ മനു. അവനിങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ? മനു പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ അങ്കിളെ. കുറച്ചു ദിവസം കൊല്ലപ്പള്ളിയിലെ ഹരിയുടെ കൂടെ രോഹിത്തും ഉണ്ടായിരുന്നല്ലോ. ഹരിയുടെ വഴിയിലേക്ക് തന്നെ രോഹിത്തും പോയിട്ടുണ്ടാകും. എനിക്ക് രണ്ടുപേരുടെയും കാര്യത്തിൽ നല്ല സംശയം ഉണ്ടെന്നൊക്കെ തന്നെ മനു പറയുകയാണ്. അലീനയോട് തന്നെ അവന്മാരന്ന് എന്തും മോശമായ രീതിയിലാണ് പെരുമാറിയത്. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയായിട്ട് പോലും അവന്മാർ അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞു. അപ്പൊ പിന്നെ ഇത് നമുക്ക് പാടെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ അങ്കിളെ. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന്മാർക്ക് എങ്ങനെ തോന്നി? മനു പറയുന്നുണ്ട്, അവന്മാര് വഴിപിഴച്ചു പോയെങ്കിലേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഗോവർദ്ധനങ്കലിനെ കണ്ടിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച്. തെളിവുകളെല്ലാം അവർക്കെതിരെയാ. അവരുടെ ഫോണിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. ഹരി പ്രേമിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടീനെയാ മയക്കുമരുന്ന് കൊടുത്ത് ഇവര് കൂട്ടബലാത്സംഗം ചെയ്തത് തന്നെ. അപ്പൊ പിന്നെ ഇതൊക്കെ അവന്മാർ തന്നെ ചെയ്തതല്ലേ അങ്കിളെ എന്നിങ്ങനെ മനു ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് അവന്മാർക്ക് ജാമ്യം കിട്ടരുതെന്നാ. എന്തിനാ അവന്മാർക്ക് ജാമ്യം കിട്ടുന്നേ? അവർ ചെയ്ത തെറ്റ് എന്തുമാത്രം വലിയ തെറ്റാന്നുള്ളതൊക്കെ അവരൊന്ന് മനസ്സിലാക്കട്ടെ. എങ്കിലേ അവരൊക്കെ പഠിക്കുള്ളൂ എന്നൊക്കെ തന്നെ മനു ദേഷ്യപ്പെട്ട് പറയുകയാണ്. ബാലചന്ദ്രനാണെങ്കിലും ഒന്നും പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. രോഹിത് എന്തായാലും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലെന്നൊക്കെ തന്നെ അലീനയും പറയുന്നേ. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതൊന്ന് ചോദിക്കാനെങ്കിലും ഉള്ളൊരു അവസരം കിട്ടണ്ടേ? ആ പരിസരത്തോട്ടൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല. പോലീസുകാരും നാട്ടുകാരും മാധ്യമപ്രവർത്തകരും എല്ലാവരും തടിച്ചു കൂടിയിരിക്കുക പോലീസ് സ്റ്റേഷന് മുമ്പിൽ. അങ്ങോട്ടേക്കൊന്ന് ചെല്ലാനോ അകത്തേക്കൊന്ന് കയറാനോ അവരോടൊന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും തന്നെ പറ്റുന്നില്ല അങ്കിളെ. പോലീസ് സ്റ്റേഷന് ചുറ്റും ജനങ്ങളെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അതിനിടയിൽ കൂടി നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പോലും പറ്റില്ല. അവരെ ഒന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് കാര്യങ്ങളിലെ കിടപ്പോശമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയേ. അപ്പോഴാ അങ്ങോട്ടേക്ക് കയറാൻ പോലും പറ്റാത്തത്ര ജനങ്ങൾ നിൽക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ആകെ വഷളായിരിക്കുക. അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുന്ന തന്നെ ആ ബുദ്ധിയെന്ന് ഗോവർദ്ധനങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഗോവർദ്ധനങ്ങൾ നേരെ വക്കീലിൻ്റെ അടുത്തേക്കും പോയി. വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മനു പറയുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നീ എങ്ങോട്ടേക്കാ മനു? നീ കടപ്പാട്ടൂര് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേ അങ്കിളെ, ഞാൻ കടപ്പാട്ടൂരിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അലീനയും അമൃതയും കൃഷ്ണമോളെയൊക്കെ ഒന്ന് കാണട്ടെ. അലീനയും കൃഷ്ണമോളും നല്ല സങ്കടത്തിലായിരിക്കും. അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്നും പറയുകയാണ് മനു ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് പോകാൻ എഴുന്നേൽക്കുമ്പോഴേക്കും തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ മനു, അവരെ ആ പോലീസുകാർ ഒരുപാട് തല്ലിയോടാ. രാവിലെ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ തന്നെ എന്റെ കൺമുമ്പിലിട്ട് അയാൾ അവനെ തല്ലുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തല്ലി ചതച്ചോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും, ഒന്നും അറിയില്ല അങ്കിളെ, അങ്ങോട്ടേക്ക് ഒന്നും കയറാൻ പോലും പറ്റിയില്ലല്ലോ. പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? ഗോവർദ്ധനെങ്കിലും പറയുന്നത് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്ന തന്നെ നല്ലതെന്നാ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അങ്ങോട്ടേക്ക് വരുന്ന എന്താണോ അത് അനുഭവിക്കുക. അല്ലാതെ വേറെന്ത് ചെയ്യാനാ? അല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മനു അവിടുന്ന് യാത്രയാവുന്നുണ്ട്.